ഹലോ ആൻഡ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇൻവേർനെസ്സിലാണ്. ഇൻവേർനെസ് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ദ ഹൈലാൻഡ്സ് എന്നാണ്. ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിസ്റ്റിലറി കാണണം, പിന്നെ NC500 ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്രയും കണ്ടു തീർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. സോ നമ്മൾ ഗ്ലെൻമൊറാഞ്ചിയുടെ ഒരു ഡിസ്റ്റിലറിയിലാണ് പോയത്. അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പോവാൻ. അവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ NC500 കൂടെ പോകാൻ തീരുമാനിച്ചു. സ്കോട്ട്ലൻഡിൽ പോയ NC500 കൂടെ ഒരു റോഡ് ട്രിപ്പ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. മിസ് ചെയ്യാൻ പറ്റാത്തൊരു റോഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് രണ്ട് സൈഡിലും. പിന്നെ നമ്മളിങ്ങനെ കാറിനകത്തൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കുറേ കുറ്റവും കഥകളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇടയ്ക്ക് നല്ല നല്ല ലൊക്കേഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കും. മടിയുള്ളൊരു കാറിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ലോച്ച് റിബോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗുഡ് കമ്പനിയാണ്. ഒരു ഗുഡ് കമ്പനി ഇല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ്, സോളോ ട്രാവലേഴ്സ് ഉണ്ട്, പക്ഷേ ഗുഡ് കമ്പനി ഉണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ അതൊക്കെ കണ്ട് മടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം എന്നാൽ ലഞ്ച് ടൈം ആയപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ഈ ഇൻവേർനെസ്സിൻ്റെ ഈ മലമണ്ടയിലൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായിപ്പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ജോൺ ഓ ഗ്രോഡ്സ് എന്ന് പറഞ്ഞ ഫേമസ് വില്ലേജിലേക്കാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വില്ലേജ് സ്പെഷ്യൽ എന്ന്. ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ അടുത്തുള്ളൊരു ക്ലിഫിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് പോയത്. ഈ സൺസെറ്റൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ബാക്കിയെല്ലാം മറന്നു പോവും, അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക ലയിച്ച് നിൽക്കും. ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ സൺസെറ്റ് കാണാൻ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഭംഗി. അപ്പോൾ ഇന്നിത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നാളെ കാണാം.